നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ, TV, കമ്പ്യൂട്ടർ, AI പ്ലാറ്റ്ഫോംസ് ഇതെല്ലാം തന്നെ മോഡേൺ ഇലക്ട്രോണിക്സിൻ്റെ സംഭാവനയാണ്. ഈ മോഡേൺ ഇലക്ട്രോണിക്സിൻ്റെ ജനനം എന്ന് പറയുന്നത് 1879 തോമസ് ആൽവ എഡിസൺ കണ്ടുപിടിച്ച ഫിലമെൻ്റ് ബൾബിൽ നിന്നാണ്. വെറുമൊരു വെളിച്ചം മാത്രമല്ല ആ ബൾബ് നമുക്ക് നൽകിയത്, പുതിയൊരു യുഗത്തിലേക്കുള്ള ഒരു വാതിൽ കൂടിയാണ്. എഡിസൺ തൻ്റെ ഇലക്ട്രിക് ബൾബിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചു. DC-യിൽ പ്രവർത്തിക്കുന്ന ആ ബൾബിൻ്റെ പോസിറ്റീവ് ഇലക്ട്രോഡുള്ള ഭാഗത്ത് കാലക്രമേണ കരിപിടിക്കുന്നതായിട്ട്. ചൂടായ ഫിലമെൻറ്റിൽ നിന്നും ഊർജ്ജം കിട്ടി പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണുകൾ അതിവേഗത്തിൽ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലേക്ക് അതിശക്തമായി ഇടിക്കുന്നു. ഇതുകൊണ്ടാണ് അവിടെ കരിപിടിക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇങ്ങനെ ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യുന്ന ഈ പ്രതിഭാസത്തെ എഡിസൺ എഫക്റ്റ് എന്ന് വിളിച്ചു. ഇന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത് തെർമയോണിക് എമിഷൻ എന്നാണ്. 1904 അമേരിക്കൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിരുന്ന ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് എന്ന വ്യക്തി ഈ എഡിസൺ ഫിലമെൻ്റ് ബൾബിൽ ആനോഡായിട്ട് ഒരു ഇലക്ട്രോഡ് സ്ഥാപിച്ചു. അതിൽ ഒരു പോസിറ്റീവ് ചാർജ് കൊടുത്തപ്പോൾ ഫിലമെൻറ്റിൽ നിന്നും ഈ ആനോഡിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തി. എന്നാൽ നെഗറ്റീവ് ചാർജാണ് കൊടുക്കുന്നതെങ്കിൽ യാതൊരു തരത്തിലുള്ള ഇലക്ട്രോൺ ഫ്ലോ അവിടെ സംഭവിക്കുന്നില്ല എന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതായത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ അവിടെ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുകയുള്ളൂ. ലോകത്തിലെ ആദ്യത്തെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയോഡിൻ്റെ ജനനം അങ്ങനെയായിരുന്നു. ആദ്യകാല റേഡിയോകളിൽ ഡിറ്റക്ടറായിട്ടും പിന്നെ AC-യെ DC-യാക്കി മാറ്റാനുമായിരുന്നു ഈ ഫ്ലെമിംഗ്സ് ഡയോഡുകൾ ഉപയോഗിച്ചിരുന്നത്. 2 വർഷങ്ങൾക്ക് ശേഷം 1906 അമേരിക്കയിലെ മറ്റൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ടുള്ള ലീ ഡി ഫോറസ്റ്റ് എന്ന വ്യക്തി ഫ്ലെമിംഗ്സ് ഡയോഡിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അതിലെ ഫിലമെൻ്റ് കാഥോഡിനും ആനോഡ് പ്ലേറ്റിനും ഇടയിൽ സിഗ്സാഗ് രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വയർ മെഷ് അദ്ദേഹം സ്ഥാപിച്ചു. ഈ വയർ മെഷിനെ അദ്ദേഹം ഗ്രിഡ് എന്ന് വിളിച്ചു. ഈ ഗ്രിഡിൽ ഒരു ചെറിയ നെഗറ്റീവ് ചാർജ് കൊടുത്താൽ കാഥോഡിൽ നിന്നും ആനോഡിലേക്കുള്ള ഇലക്ട്രോൺ ഫ്ലോ വളരെ രീതിയിൽ കുറയുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തി. എന്നാൽ ഒരു ചെറിയ പോസിറ്റീവ് ചാർജാണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ കാഥോഡിൽ നിന്നും ആനോഡിലേക്കുള്ള ഇലക്ട്രോൺ ഫ്ലോ വലിയ രീതിയിൽ കൂടുന്നതായിട്ടും അദ്ദേഹം കണ്ടെത്തി. അതായത് ഒരു ചെറിയ കറണ്ട് ഉപയോഗിച്ച് വലിയ കറണ്ടിനെ കൺട്രോൾ ചെയ്യുക എന്ന് അർത്ഥം. ഇതാണ് ഇലക്ട്രോണിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിട്ടുള്ള ആംപ്ലിഫിക്കേഷന്റെ അടിസ്ഥാന തത്വം. ലീ ഡി ഫോറസ്റ്റ് ഈ ഒരു ട്യൂബിനെ ഓഡിയോൺ ട്യൂബ് എന്ന് വിളിച്ചു. ഈ ഓഡിയോൺ ട്യൂബ് ഉപയോഗിച്ചുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ആംപ്ലിഫയർ ഉണ്ടായത്. അന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം ഉണ്ടായിരുന്ന ടെലിഫോൺ നെറ്റ്വർക്കുകൾ അമേരിക്ക മുഴുവനും സ്ഥാപിക്കാൻ ഈ ഓഡിയോൺ ട്യൂബിലൂടെ കഴിഞ്ഞു. ലോകത്തിൽ ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട ഡിജിറ്റൽ കമ്പ്യൂട്ടറായിട്ടുള്ള ഇനിയാക്കിൽ ഏകദേശം 18,000-ഓളം വാക്യൂം ട്യൂബുകൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഈ വാക്യൂം ട്യൂബിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് അതിൻ്റെ വലിപ്പമായിരുന്നു. ഇതൊരു വാക്യൂം ട്യൂബാണ്. ഇത് DC 547 എന്ന ട്രാൻസിസ്റ്ററാണ്. കണ്ടില്ലേ, ആനയും മാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും വലിപ്പം തമ്മിൽ. മാത്രമല്ല ഈ വാക്യൂം ട്യൂബുകൾ പ്രവർത്തിക്കുന്നത് ഹൈ വോൾട്ടേജിലാണ്. ഇത്തരം ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത്. ട്രാൻസിസ്റ്ററിൻ്റെ കഥമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.